ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. അമ്മേ പരിശുദ്ധമ്മേ, പരിശുദ്ധമേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകം ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ മക്കളല്ലോ നിൻ ദിവ്യസൂനുവോടെന്നും ഞങ്ങളും നിൻ മക്കളല്ലോ നിൻ ദിവ്യസൂനുവോടെന്നും കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരുന്നു. ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരുന്നു. ശ്രുതിയുടെ ഹല്ലേലൂയ. മഹത്വം പിറന്ന കന്യേ മനോഹരി തായേ. ധന്യേ മഹത്വം പിറന്ന കന്യേ മനോഹരി തായേ. ആമോദമാർന്നു നീവുക രക്ഷാസുതത്തിനുറ. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവ്, ഈ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത്
എൻ്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പേര് വെല്ലുവിളിച്ച ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. യേശുവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ജീവിക്കുന്ന ദൈവമേ, മഹോന്നതനായ ദൈവമേ, യേശുവേ നിങ്ങളുടെ കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. മക്കളെ, നമ്മൾ ആരാധനയിരിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കൃപാസനത്തിൽ ആരാധന നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അടിസ്ഥാന ബോധ്യങ്ങളാണ്. എന്താണ്? ഞാൻ ഈശോൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ്. നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അമ്മ ആരാധനയിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവികമായ സമയമാണ്. അമ്മ തന്നെ 2004 പ്രത്യക്ഷപ്പെട്ടത് ആരാധനയുടെ സമയത്താണ്. അതാണ് ആരാധനയ്ക്കുള്ള പ്രാധാന്യം. അതറിഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ആന്തരികമായൊരു അവയവമാണ്. ഈ അവയവത്തിന് 3 കളറാണ്. സ്കാനിങ് റിപ്പോർട്ടിൽ 3 കളറാണ്. അതായത് ചുറ്റുമുള്ള ഈ വ്രണത്തിൻ്റെ കളറ് ഒരു ഇളം ചുവപ്പാണ്. അതിൻ്റെ ഉള്ളിലുള്ള കളറ് പഴുപ്പിൻ്റെ മഞ്ഞ നിറമാണ്. അതിൻ്റെ ഉള്ളിലുള്ള കളറ് ഒരു വട്ടപ്പൊട്ടാണ്, കറുത്ത നിറത്തിലുള്ള. ഈ അവയവം വ്യക്തമല്ല ഏതാണെന്ന്. കരളാണോ കുടലാണോ പതിരയാണോ എന്ന് വ്യക്തമല്ല. ആന്തരിക അവയവമാണ്. ഇതിൻ്റെ ഡിസൈൻ ഇതാണ്. അതായത് ചുറ്റും ഇളം ചുവപ്പ് കളറ്. ആ ചോര കളറ് ആ ഫ്രഷായിട്ടുള്ള ചോര കളറല്ല, ഇളം ചുവപ്പ് കളറ്. അത് ക്രമേണ അത് പഴുപ്പായിട്ട് മാറും. അകത്തുള്ള കളറ്, വട്ടത്തിലുള്ള കളറ് പഴുപ്പിൻ്റെ കളറ് മഞ്ഞ നിറമാണ്, പഴുത്ത മഞ്ഞ നിറം. അതിൻ്റെ ഉള്ളിലുള്ള കളറ് കറുത്ത നിറമാണ്. കോശങ്ങളെല്ലാം പൂർണ്ണമായി മരിച്ച് ചത്തുപോയ കോശങ്ങളാണ്. ഈ രോഗിയെ കർത്താവ് ഇപ്പോഴും പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി. സങ്കടത്തോടെ പ്രാർത്ഥിക്കുക. മേഘത്തിൽ തണലരുളി
മേഘത്തിൽ തണലരുളി എന്റെ സാന്ത്വനമായി നടത്താം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ അമ്മയുടെ പ്രത്യക്ഷത്തിനെ സാക്ഷിയാക്കി മാറ്റാൻ എന്നെ സഹായിച്ച എൻ്റെ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. എൻ്റെ പേര് ടെസ്സി എന്നാണ്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. 2022 ഡിസംബർ 22 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു മകനും മകളുമാണുള്ളത്. മകൻ അയർലൻഡിലെ കുടുംബസമേതം വർഷങ്ങളായിട്ട് താമസിക്കുകയാണ്. അവിടെ ഞങ്ങൾ 2 മാസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയി താമസിച്ചു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മരുമകൾ ടിസ എനിക്കൊരു കൃപാസനം പത്രം കൊണ്ടുതന്നു. അങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ശരിക്കും ഞാനത് മുഴുവനും വായിച്ചു. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും അവനവനെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നാട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. എനിക്ക് ഭയങ്കര ഇങ്ങോട്ട് വരണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. അമ്മ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം കണ്ടപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വരികയാണ്. ഒരു ബുധനാഴ്ച ദിവസമാണ് വരുന്നത്. ചൊവ്വാഴ്ച കുമ്പസാരിച്ചൊരുങ്ങി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് നിലവിൽ 2 മുട്ടിനും നടുവിനും വേദനയുണ്ട്. 4.5 വർഷമായിട്ട് എനിക്ക് മുട്ടിന് വേദനയുണ്ട്. അപ്പം മുട്ടിന് വേദന, മുട്ടുകുത്താനും വയ്യ, സ്റ്റെയർ കേസ് കയറാനും വയ്യ. നടുവേദന എന്ന് പറഞ്ഞാൽ ഒരു 35 വർഷമായിട്ടുള്ള നടുവേദനയാണ്. പല ഹോസ്പിറ്റലും അലോപ്പതിയും ഹോമിയോപ്പതിയും ഫിസിയോതെറാപ്പിയൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അലോപ്പതി ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാലും കൊള്ളാം, 90% സക്സസ് ഉള്ളൂ, 10% അത് തളർന്നു പോകും. അതുകൊണ്ട് പോയില്ല, ഹോമിയോപ്പതിയിലേക്ക് പോയി. ആ മരുന്ന് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നതും. ഇവിടെ വന്ന് ഈ കൃപാസനം പള്ളിയിൽ വന്ന് ഞാനവിടെ മുട്ടുകുത്തി കുമ്പിട്ട് എൻ്റെ ഈശോയുടെയും അമ്മയുടെയും കാൽക്കൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. 4.5 വർഷമായിട്ട് മുട്ടുകുത്താത്ത ഞാൻ ചാടി എഴുന്നേറ്റ് വേഗം ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തോട്ട് പോയി. സ്റ്റെയർകേസൊക്കെ ഓടി കയറി പോകുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ മുട്ടുവേദന എൻ്റെ അമ്മ ഈശോയോട് ചോദിച്ച് മേടിച്ച് മാറ്റിത്തന്നു. പിന്നെ നടുവേദന ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ആ ഒരു രാത്രി കൊണ്ട് എൻ്റെ നടുവേദനയും മാറി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റി. പള്ളിയിൽ പോകുന്നത് ഒരു 6:15 കുർബാന, 6:15 പോവും. അങ്ങനെയാണ് പതിവ്. അപ്പം പള്ളിയിൽ എനിക്ക് രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ 3ാമത്തെ നിയോഗം ഒരു ഭവനം വേണമെന്നായിരുന്നു. തരക്കേടില്ലാത്തൊരു ഭവനം ഉണ്ട്, എങ്കിലും എനിക്ക് നടുവേദനയും മുട്ടുവേദനയും കൊണ്ട് എനിക്ക് പള്ളിയിൽ പോക്ക് നിന്നുപോയി. പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയാണ് ഭവനം വേണമെന്ന് അമ്മോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാമെന്നായപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭവനം വേണ്ട, ഇതുമാത്രം മനുഷ്യർ ഒരു ഭവനത്തിന് വേണ്ടി 1 ഇഞ്ച് മണ്ണിന് വേണ്ടി കീഴുന്നു, അവർക്കൊക്കെ കൊടുത്തരമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ മുതൽ പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം മുഴുവൻ ഉടമ്പടി പ്രകാരം ജീവിച്ച് പള്ളിയിൽ പോവുകയായിരുന്നു. അപ്പം 2023 ഞങ്ങൾ 2 പേരും കൂടെ അഖണ്ഡ ജപമാലയ്ക്കും പോയി. അപ്പോൾ ഈ 23 ആ വർഷം മുഴുവനും പള്ളിയിലും പോയി കഴിഞ്ഞിട്ടും 24 തുടക്കത്തിൽ. ഏറ്റവും അവസാനം പള്ളിയിൽ പോകാൻ ഞാൻ ഒരു 15 മിനിറ്റിനത്തെ യാത്രയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക്. വിജനമാണ്, ഒരു പഞ്ചായത്ത് റോഡാണ്, തോട്ടമാണ്, ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പം ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പള്ളി വരെ വീടുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് മധ്യത്തിൽ, 15 മിനിറ്റ് യാത്രയുടെ മധ്യത്തിൽ ഒരു കഞ്ചാവ് അടിക്കുന്നൊരു പയ്യൻ. അവൻ എന്നെ അറിയാം, അവൻ എന്നെ കാണുമ്പോൾ വലിയ ബഹുമാനമാണ്. പക്ഷെ അവൻ അന്ന് എന്നെ കണ്ടിട്ട് യാതൊരു കണ്ടമട്ടും അടിച്ചില്ല. അവനങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മൊബൈൽ ഫോണും വിളിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അപകടം മണത്തിന് അമ്മേ, എൻ്റെ എപ്പോഴും ഉടമ്പടി കാശ് എൻ്റെ കയ്യിലുണ്ട്, അമ്മേ കാത്തുകൊള്ളണേന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പെട്ടെന്ന് നല്ല ധൈര്യവും ശക്തിയും ഉണ്ടായി. ഞാൻ വേഗം അവൻ്റെ നേരെ മുന്നിൽ കൂടെ തന്നെ, റോഡിൻ്റെ നടുക്കൂടെ തന്നെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ
ഞാൻ എല്ലാ കാര്യം ഞാൻ പുള്ളിക്കാരനോട് പറയും. പുള്ളിയോട് ഞാൻ പറഞ്ഞ കാര്യം അവൻ പറഞ്ഞു, നാളെ മുതൽ നീ പള്ളിയിൽ പോകണ്ടെന്ന് തന്നെ ഒരു പറഞ്ഞു. എൻ്റെ പള്ളിയിൽ പോക്ക് വിലക്കി. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, അമ്മേ എനിക്കിനി ഒരു ഭവനം വേണം. ആ ഡിസംബർ, അതായത് 23 ഡിസംബർ, ഈ ഭവനം എന്ന് പറയുമ്പോൾ ഡിസംബർ 25 എന്നുള്ളൊരു നമ്പർ എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ മാഞ്ഞു പോവും, തെളിഞ്ഞ് മാഞ്ഞു പോവും. അപ്പോൾ ആ ഡിസംബർ 4-ാം തീയതി, നവംബർ പകുതി ആധാരമാക്കി ഡിസംബർ 4-ാം തീയതി തൊറൂർ ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ നല്ല കേടില്ലാത്ത നല്ലൊരു ഭവനം തന്ന് ഞങ്ങളെ സുരക്ഷിതമായിട്ട് പാർപ്പിക്കുക. ഞങ്ങളുടെ മോനെ മേടിച്ച് ഞങ്ങളെ കൊണ്ട് പാർപ്പിച്ചോടെ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങും. ഞാൻ പള്ളിയിലേക്കും പോവും, പുള്ളിക്കാരൻ പഴയ വീട്ടിലോട്ട് തോട്ടത്തിലേക്കും പോവും. അങ്ങനെയാണ് പതിവ്. പള്ളിയിൽ പോക്ക് വിലയ്ക്ക് ഇപ്പം അറിഞ്ഞ് പിറ്റേ ആഴ്ച അറിഞ്ഞ് പുലി ഇറങ്ങിയിട്ടുണ്ടെന്നും, ചെറിയൊരു പട്ടണമുണ്ട് അവിടെ ടൗണ് മുട്ടം, അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പേപ്പറിലൊക്കെ വന്നു. നമ്മുടെ തോട്ടത്തിൻ്റെ 1/2 കിലോമീറ്റർ മാറിയും പുലിയുടെ ഫോട്ടോ വന്നു. അപ്പം പുലിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്മ ഈ കഞ്ചാവടിക്കാരൻ പയ്യനെ കാണിച്ചു തന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ പുതിയ ഭവനത്തിലേക്ക് മാറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ വൈകുന്നേരം വരും, രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങും, ഞാൻ പള്ളിയിലേക്ക് പോകും. അങ്ങനെ വൈകുന്നേരം ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് പനി എന്ന് പറഞ്ഞാൽ കണ്ടമാനമുള്ള പനിയില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, നീ നമുക്കിവിടെ നിന്ന് താമസിക്കേണ്ട, പഴയ വീട്ടിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഹോമിയോ ഹോസ്പിറ്റലുള്ളത്. ഞാൻ ഹോമിയോ മരുന്നേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ടുപോയി, വീട്ടിലോട്ട് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞാൻ ഹോമിയോ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, അപ്പം ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ. അപ്പോൾ അവിടെ പോയി ചെന്നപ്പം എന്നെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേച്ചി കൗണ്ട് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ 1 മാസം മുമ്പ് ഞാൻ എല്ലാം നോക്കിയതാണ്. അല്ല, കൗണ്ട് നോക്കണം. അമ്മ ആ ഡോക്ടറിൽ കൂടി, ഡോക്ടർ ഷെറിൻ പുള്ളിക്കാരത്തിൽ കൂടി പറഞ്ഞതാണ്. അപ്പം പുള്ളിയുടെ നിർബന്ധം കൊണ്ട് നോക്കിച്ചേക്കാമെന്നും പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ 33,000 എന്ന് കണ്ടു കൗണ്ട്. നമുക്ക് മാക്സിമം 11,000 ആകാവുള്ളൂ. അവിടെയാണ് എനിക്ക് 33,000. അപ്പോൾ പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് തുടർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചെന്നു. എനിക്ക് യാതൊരു ടെൻഷനുമില്ല. സാധാരണ എനിക്ക് ഒരു ജലദോഷം വന്നാൽ പോലും ടെൻഷൻ എടുക്കുന്ന എനിക്ക് ഈ ഉടമ്പടി 2022 ആ ഉടമ്പടിയുടെ ബലത്തിൽ എനിക്ക് ഒരു ടെൻഷനുമില്ല. എനിക്ക് മനസ്സിന് സന്തോഷമാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പം പുള്ളി ഉടനെ മോനെ വിളിച്ചു, അങ്ങോട്ട് അല്ലാണ്ട് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, സ്മിത ഹോസ്പിറ്റലിൽ തന്നെ പോകണം, അവൻ്റെ നിർബന്ധം. അവിടെയാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അതൊന്നും ഞങ്ങളോട് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ 4 ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റൽ, അവിടെ പോകാമെന്ന് കരുതിയത്. അപ്പോൾ അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ നിർബന്ധം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 1,800 കൂടെ 34,800 കൗണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഓരോന്നും ടെസ്റ്റാണ്, എല്ലാം ടെസ്റ്റ് ചെയ്തു. പെടലിൽ നിന്ന് ഒരു ഗ്രന്ഥി എടുത്ത് ബയോപ്സിക്ക് അയച്ചു, എനിക്ക് ബ്ലഡ് നോക്കി, എല്ലാം ടെസ്റ്റുകൾ നടത്തി അവിടെ. അപ്പം ബ്ലഡ് നോക്കിയപ്പം ബ്ലഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അപ്പം പിന്നെ പെച്ചടി പെട്ടെന്ന് കയറിപ്പോവുക കൗണ്ട്. അപ്പം മോനും ഡോക്ടറും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ മോനോട് പറഞ്ഞു, ടോണി ഇത് അക്യൂട്ടിലോട്ട് മാറിയിരിക്കുകയാണ്, മിക്കവാറും മജ്ജ മാറ്റി വയ്ക്കേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മോൻ 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഇഞ്ഞ് വന്ന് ഇവിടെ കൊണ്ടുവന്നപ്പം ഡോക്ടർ പറഞ്ഞു, നമുക്ക് ബോൺ മാരോയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ബോൺ മാരോ ചെയ്തു. അപ്പോൾ ആ ബോൺ മാരോ ചെയ്തതിൻ്റെ 14 ദിവസത്തെ ഗ്യാപ്പുണ്ട്. 14 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ 14 ദിവസം എന്ന് പറഞ്ഞൊരു വലിയൊരു ദിവസങ്ങളാണ്, പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി എൻ്റെ മോൻ ഗംഗാരൻ ഡോക്ടറുണ്ട്, ഓങ്കോളജിയുടെ വലിയൊരു ഡോക്ടറാണ്, എറണാകുളത്തെ. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഈ കൗണ്ട് കുറയാനായിട്ടുള്ള മരുന്ന് വന്നിട്ട് ക്യാൻസറിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആ ക്യാൻസറിൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. അതായത് ഛർദ്ദിക്കും, വയറിളകും, ദേഹം മുഴുവനും കറുത്ത പാണ്ട് വരും, തലമുടി ഒഴിയൊക്കെ ഉണ്ട്. പക്ഷെ മാതാവ് എനിക്കിതൊന്നും തന്നിട്ടില്ല. ഞാൻ ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുറോസിന് ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മോന് പോകാറായി. അപ്പം ഡോക്ടർ ടോണി പോയിക്കോ, പിന്നെ മരുന്ന് ഇങ്ങനെ 14 ദിവസം കൂടി ഇരിക്കുമ്പം ഇവിടെ വന്ന് ബ്ലഡ് നോക്കി നമുക്ക് മരുന്ന് കഴിച്ചാമെന്ന് പറഞ്ഞു. അങ്ങനെ 2.5 മാസത്തോളം അങ്ങനെ പോയി. വീണ്ടും മോൻ വന്നു. മോൻ കുടുംബസമേതം എല്ലാവരും കൂടെയാണ് വന്നത്. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പോകാനുള്ള നേരമായി. അപ്പം മോൻ എന്നെ കൊണ്ടുപോയി. അപ്പോൾ മുതലാണ് ആകെ തകിടം മറിഞ്ഞു. എൻ്റെ കൗണ്ട് തീരെ കുറഞ്ഞു, എൻ്റെ പ്ലേറ്റ്ലെറ്റ് തീരെ കുറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് ലക്ഷങ്ങൾ നമുക്ക് വേണം, അവിടെ 15,000-ലേക്ക് താന്നു. ഹീമോഗ്ലോബിൻ്റെ അളവും തീരെ താന്നു. ആകെ മരിക്കും എന്നുള്ളൊരു ഇതായി. അപ്പോഴേ 10 കുപ്പി പ്ലേറ്റ്ലെറ്റും ബ്ലഡും കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ കിടന്ന് 5 കുപ്പി, 4 കുപ്പി പ്ലേറ്റ്ലെറ്റും 1 കുപ്പി ബ്ലഡും കൊടുത്തു. പിന്നെ 5 കുപ്പി തൊടുപുഴ വന്ന് കൊടുത്തു. പിന്നെ 2 ദിവസം കൂടിയിരിക്കുമ്പോൾ 5 കുപ്പി വീതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ, അങ്ങനെ. അപ്പം ഇവരെന്നെ കൊണ്ട് പെട്ടെന്ന് 5 മിനിറ്റ് മതി ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പം അങ്ങനെ തൊടുപുഴയിലെ
കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ എത്ര കൊടുത്താലും 21,000 മുകളിലോട്ട് കൗണ്ട് പോകുന്നില്ല, അല്ല പ്ലേറ്റ്ലെറ്റ് കയറുന്നില്ല. അപ്പോൾ യാതൊരു രക്ഷയില്ല. അപ്പോൾ എന്നെ പ്രതി മകനോ മരുമകളോ ആരെങ്കിലും നിൽക്കേണ്ടി വരും. കുഞ്ഞുങ്ങളുടെ പഠിത്തം, അവരുടെ ജീവിതം, ഇതെല്ലാം കൂടെ ഇപ്പോൾ എനിക്ക് ആകപ്പാടെ എനിക്ക് 2002 ഉടമ്പടി എടുത്ത് അമ്മോട് പറഞ്ഞു, അമ്മേ ഇതിനൊരു പോംവഴി കാണിച്ചു തരണം. അപ്പം ഞാൻ പറഞ്ഞപ്പം എനിക്ക് രക്ഷയില്ല. അതായത് 21,000 മുകളിലോട്ടും കയറുന്നില്ല. പിന്നെ അതിനോടിടയ്ക്ക് ഗംഗാരൻ ഡോക്ടർ എൻ്റെ ഈ ബ്ലഡിൻ്റെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത്, അതിൻ്റെ ആ പേഴ്സൻറ്റേജ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അയച്ചിരുന്നു, രക്തത്തിൻ്റെ. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, രക്തം കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ അവസാനം എനിക്കൊരു പ്രെയർ റൂം ഉണ്ടായിരുന്നു. പ്രെയർ റൂമിലെ പുള്ളിക്കാരന് അപ്പനും മോനും അത്ര വിശ്വാസമൊന്നുമില്ല കൃപാസനത്തെക്കുറിച്ച്. അപ്പോൾ എനിക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ. കാര്യം വലിയ വീടുകളൊക്കെയാണ്, പക്ഷേ ഒരു പ്രെയർ റൂമില്ല. ഞാൻ അമ്മയും തിരിയും ബൈബിളും ഒക്കെ ആയിട്ട് അടുത്ത മുറിയിൽ പോകും പ്രാർത്ഥിക്കാൻ ഓരോ സമയത്തിന്. അപ്പോൾ അതെനിക്കൊരു വേദനയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ ആരോടും പറയുന്നില്ല, അമ്മയും ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ പുതിയ വീട് മേടിച്ചപ്പം ആദ്യത്തെ വീടൊരു ഓഫീസ് പോലത്തെ ഒരു വീടാണ്. അപ്പം പുള്ളിക്കാരൻ തന്നെ ഒരു ശില്പിയെ വരുത്തി, പള്ളിയിലും അമ്പലത്തിലൊക്കെ ശില്പങ്ങളുണ്ടാക്കുന്ന, തടിയലുണ്ടാക്കുന്ന ഒരു ശില്പിയാണ്. അവനെ വിളിച്ച് റൂം കാണിച്ചു, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു മാതാവ്, യോസേപ്പ് പിതാവ്, ക്രൂശിത രൂപം അത്ര ഉള്ളൊരു റൂമായിരിക്കണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവ് കൃപാസനം മാതാവിനെ തന്നെ ആയിരിക്കണമെന്നും പറഞ്ഞു. ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ ആ പടമുണ്ടല്ലോ അതുകൊണ്ട് കാണിച്ച ശില്പിനെ, ആ തിരമാലയുടെ നടുക്ക് മാതാവ് നിൽക്കുന്നതും നീലാകാശവും തെങ്ങും ഒക്കെ ഉള്ള അതുപോലെ തന്നെ ഭാഗ്യരവുണ്ട്. അതുപോലെ തന്നെ ശില്പിയുടെ മകൻ വന്ന് ചെയ്തു. ശില്പി 2-3 മാസം എടുത്ത് അവർ ചെയ്യാൻ. അതെല്ലാം എടുത്ത് ഇത് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അത് ആ ആഴ്ച തന്നെ ഈ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ മോനോട് പറഞ്ഞടാ, നീ കൃപാസനം അമ്മേനെ തൊട്ടിരിക്കുന്ന അമ്മയോട് പ്രാർത്ഥിച്ചോ, അത്ഭുതങ്ങൾ നടക്കും, നിനക്ക് അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ക്രമീകരിച്ച് എല്ലാം ശരിയാക്കി കഴിഞ്ഞ ആ ആഴ്ച തന്നെ അവന് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം കിട്ടി, 50,000 രൂപയും ഫലവും. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു പ്രെയർ റൂമായിരുന്നത്. അതും വെഞ്ചരിക്കണമെന്ന്, അതാണ് പ്രെയർ റൂമിൻ്റെ പുറകിലത്തെ കഥ അത്. അപ്പം എനിക്ക് അങ്ങനെ അത്രയും നല്ലൊരു പ്രെയർ റൂം തന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു പ്രെയർ റൂം ഉണ്ടാകുമെന്ന്. അപ്പോൾ അങ്ങനെ ആ പ്രെയർ റൂം വെഞ്ചരിച്ചിട്ടില്ലായിരുന്നു, വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു. കല്ലറയും എടുത്തിടണമെന്ന് പറഞ്ഞു. ഒരു സ്പെഷ്യൽ കല്ലറ, കുടുംബക്കാർ ഒരു സ്പെഷ്യൽ കല്ലറ വേണം. കല്ലറയും എടുത്തിട്ടു. ഇതും വെഞ്ചരിച്ചു. ഇനി മരുമകളെ കൊണ്ട് പാലും കാച്ചിക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പാല് എല്ലാവരെയും വിളിച്ച് നടക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു സാരമില്ല അമ്മേ, നമുക്കിപ്പം തന്നെ കാച്ചാമെന്നും പറഞ്ഞുകൊണ്ട് ആ പാല് കാച്ച് കർമ്മം നടന്നു. ഇനി ഞാൻ പറഞ്ഞു എനിക്കിനി കൃപാസനത്തിൽ പോകണം. അവസാനത്തെ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് കൃപാസനത്തിൽ പോകണം. കൃപാസനത്തിൽ വന്നാൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പം മോൻ പറഞ്ഞു, ഇപ്പം അന്ന് ബ്ലഡ് കൊടുക്കേണ്ട ദിവസമാണ്, കൊടുക്കേണ്ട ദിവസം കൊടുക്കാൻ പോയില്ല, കൊടുക്കാണ്ടല്ല നോക്കേണ്ട ദിവസം നോക്കാൻ പോയില്ല. അന്ന് സന്ധ്യ ആയപ്പം ഞങ്ങളെല്ലാവരും കൂടെ വലിയൊരു വണ്ടിയിൽ, എൻ്റെ ചേച്ചി ആലപ്പുഴയിലുണ്ട്, അവിടെ വന്ന് താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ആവിലെ കൃപാസനത്തിലോട്ട് പോന്നു. അപ്പോൾ ഇവിടം വരെ വരണമെന്ന് ഞാൻ എൻ്റെ അമ്മയുടെ മുറുക്ക് പിടിച്ചുകൊണ്ട് അമ്മയോട് യാചിക്കുമായിരുന്നു, ഇവിടം വരെ ജീവനോടെ എത്തണമെന്ന്. ഇടയ്ക്ക് വെച്ച് ഞാൻ പോകുന്നതാണ് ഓർത്തത്. അങ്ങനെയായിരുന്നു. അതായത് എത്ര രക്തം കൊടുത്തിട്ടും 21,000 മുകളിലോട്ട് പോകാഞ്ഞ രക്തം കൊടുത്തില്ലെങ്കിലോ. അപ്പം ഇവിടെ വന്ന് രക്തം കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ്. അച്ഛൻ്റെ വിശുദ്ധ കുരിശ് എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ തൈലമെടുത്തു, നെറ്റിയെ കുരിശ് വരച്ചു. അച്ഛൻ എൻ്റെ ആ രേഖയും കൊണ്ട് മാതാവിൻ്റെ അടുക്കൽ അച്ഛൻ്റെ വിശുദ്ധിയിൽ അച്ഛൻ പോയി പ്രാർത്ഥിച്ചു. അപ്പോഴേ അമ്മയുടെ മോനോട് പറഞ്ഞു എൻ്റെ കാര്യത്തിന് പ്രശ്നം സോൾവ് ചെയ്തു. ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് പോകണം. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയി. അതായത് 1-2 നോക്കേണ്ട ദിവസം നോക്കിയില്ല, കൊടുക്കേണ്ട ദിവസം കൊടുത്തില്ല. 3-ാമത്തെ ദിവസം രക്തം പോയി നോക്കിയപ്പം 26,000 പ്ലേറ്റ് എന്ന് കണ്ടു. അത് എത്ര കുപ്പി ബ്ലഡ് കൊടുത്തിട്ടും എൻ്റെ രക്തം പ്ലേറ്റ്ലെറ്റ് കൂടാത്ത 26,000 മുകളിലോട്ട് കൂടാഞ്ഞത് 26,000 എന്ന് കണ്ടു. അപ്പോഴപ്പം വിളിച്ച് പറയും. അപ്പം ഡോക്ടർ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തേര്, അപ്പോൾ ഇനിയും 26,000 ആയില്ല, അപ്പം തൽക്കാലം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനേകരുടെ രക്തം എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മോൻ്റെ രക്തം മാത്രമേ രക്തമായിട്ട് എൻ്റെ ശരീരത്തിൽ എനിക്ക് കയറിയിട്ടുള്ളൂ. മറ്റെല്ലാം
ബ്ലഡ് ബാങ്കിൽ നിന്നും നാട്ടുകാരുടെ രക്തവും അങ്ങനെയൊക്കെ ആയിരുന്നു. അവരങ്ങോട്ട് കൊടുക്കും, ഹോസ്പിറ്റലിൽ നിന്നുള്ള രക്തം നമുക്ക് കിട്ടും. അങ്ങനെ ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ ആ ആഴ്ച തന്നെ ഗംഗാധരൻ ഡോക്ടറെ കാണേണ്ട ദിവസമാണ്. അപ്പം ഞങ്ങൾ പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ 60,000 പ്ലേറ്റ്ലെറ്റായി. അപ്പം ബ്ലഡ് കൊടുത്ത ആ റിസൾട്ട് വന്നു. ക്യാൻസറിൻ്റെ യാതൊരു ടിഷ്യൂ അതിനകത്തില്ല. അപ്പം ക്യാൻസറിൻ്റെ പെർസെൻറ്റേജ് കണ്ടമാനം കൂടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്, രക്തം കൊടുത്തതാണ്. ക്യാൻസറിൻ്റെ യാതൊരു ടിഷ്യൂസും ഇല്ല. പിന്നെ എല്ലാം നോർമലായി. ഇപ്പം എനിക്ക് 2 ലക്ഷത്തിൽ കൂടുതലുണ്ട് പ്ലേറ്റ്ലെറ്റ്. 4 ലക്ഷം വരെ ആകാം നമുക്ക്. എന്നാൽ എല്ലാം എനിക്ക് നോർമലായി. കൗണ്ടും ഹിമോഗ്ലോബിനും എല്ലാം നോർമൽ. എനിക്ക് പഴയ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ബസ്സിനാണ് ഞങ്ങൾ വന്നത്. എനിക്ക് വലിയ ബസ്സിന് കയറിയാൽ കാറിന് വന്ന് എനിക്ക് വേറെ ഛർദ്ദിക്കും. എന്നാലും കൃപാസനത്തിൽ വന്നാൽ ഞാൻ ഛർദ്ദിക്കത്തില്ല. ബസ്സിന് വരുമ്പോഴത്തേക്കും ഛർദ്ദിക്കത്തില്ല. മറ്റെവിടെ പോയാലും ഞാൻ ഛർദ്ദിക്കും. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഉള്ളത് എനിക്ക് ഞാൻ ഉടമ്പടിയിലായിരുന്ന കാലത്ത് ആ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്ത കാലത്തുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മ നീലത്തിരിയിലും പച്ചത്തിരിയിലും അമ്മ വെളിപ്പെട്ടിട്ടുണ്ട്. അത് പച്ചത്തിരിയിലെ അമ്മയുടെ തിരുക്കുമാരനെ എടുത്തുകൊണ്ടിരിക്കുന്നൊരു രൂപമാണ് കണ്ടത്. അതുപോലെ തന്നെ നീലത്തിരിയിലും കണ്ടിട്ടുണ്ട്. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന്, അതായിരുന്നു ഏറ്റവും വലിയത്. ഭയങ്കരമായിട്ട് അപകടങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷ. അതിപ്പോൾ ഇവിടെ സമയമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പറയാം. അപകടങ്ങളിൽ നിന്നുള്ള രക്ഷ ഒത്തിരി എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ അമ്മ അവന് കണ്ണിൻ്റെ 2 കണ്ണും തിമിരമാണെന്ന് 2 ഡോക്ടർമാർ പറഞ്ഞതാണ്. ഒരു ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് ശരിക്കും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും തൈലം പരട്ടി വിശ്വാസപ്രമാണം ചെല്ലിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ്, ഡോക്ടറെ തിമിരത്തിൻ്റെ വല്ല ലക്ഷണമുണ്ടോ? തിമിരത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ ഈ തൈലം പരട്ടി, വിശുദ്ധ തൈലം പുരട്ടി പോയതിൻ്റെ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയെ എടുത്തു മാറ്റി തന്നെ എൻ്റെ വിശ്വാസം. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുന്നത് എനിക്ക് അങ്ങനെ നാണക്കേടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും കൊണ്ടുനടക്കില്ല. എന്നെ അറിയാവുന്നവർ ചോദിക്കും, ചേച്ചിക്ക് എൻ്റെ ആവശ്യം വല്ലതും ഉണ്ടെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞിടാവനെ, നിങ്ങൾ അവിടം വരെ ഒന്ന് പോകണം. എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ അവരോട് പറയും. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ദിവസം പത്രവും, സാധാരണ ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ട് പോവുക. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒത്തിരി ഭക്ഷണം, തൊടുപുഴയെന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ അങ്ങനെ ഒരു ദാരിദ്ര്യ മേഖലയല്ല. അവിടെ ഹോട്ടലിൽ പോലും ഭക്ഷണമില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം താലൂക്ക് ആശുപത്രി പോയപ്പോഴത്തേക്കും അവിടെ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ രോഗികളൊന്നും ഭക്ഷ്യത്തില്ല. അപ്പോൾ അവിടെ ഞാനിങ്ങനെ അങ്ങനെ പത്രവും ഭക്ഷണവും ആവശ്യത്തിനുള്ള പൈസയൊക്കെ ആയിട്ടാണ് ഈ പോണത്. ഒരു ദിവസം ഞാനിങ്ങനെ ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് പത്രവും കൊടുക്കും, അർഹതപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്യും. അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ മുൻപിൽ ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ തമ്പുരാൻ്റെ. അപ്പം ഞാനപ്പോൾ ഓർക്കും കാരാഗൃഹം മീൻസ് ജയിൽ. അപ്പം നമുക്കങ്ങനെ പേടിയില്ലേ. അപ്പം നോക്കിയപ്പോൾ എൻ്റെ അപ്പുറം 2 ബൂട്ടിട്ട കാല്, നടുക്കൊരു അല്ലാത്തത്. അപ്പം ജുഗുപ്സയോടെ ഓരോരുത്തർക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2 പോലീസുകാരുടെ നടുക്കൊരു പയ്യൻ, ഒരു 10-25 വയസ്സുണ്ട്. ഒരു നല്ല ഒന്നാന്തരം കുടുംബത്തിൽ ഇപ്പം നല്ല കുലീനത്തുള്ളൊരു ചെറുക്കനാണ്, ഒരു 10-25 വയസ്സുള്ളത്. ഞാൻ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് ഞാൻ ഈ പത്രം കൊണ്ട് ഞാൻ ആ കൊച്ചിൻ്റെ അടുക്കൽ ചെന്നു. പ്രോട്ടോക്കോൾ അനുസരിച്ച് പോലീസിനോട് ചോദിച്ച് അനുവാദം വാങ്ങിയിട്ട് നമ്മൾ ആ അവൻ കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ള കോടതി തീരുമാനിക്കുന്നത്, വൈദ്യപരിശോധനയ്ക്ക് വന്നിരിക്കുന്നതാണ്. അപ്പം അവന് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിലോ എന്തെങ്കിലും കൊടുക്കണമെന്നെങ്കിൽ പോലീസിനോട് നമ്മൾ അനുവാദം മേടിക്കണം. അപ്പം പോലീസിനോട് ഞാൻ ഒന്നും മേടിച്ചില്ല. ഞാൻ നേരെ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ ഈ പത്രം ഞാനെടുത്ത് അവൻ്റെ കൃപാസനത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, വിശദ വിവരം പറഞ്ഞിങ്ങനൊരു പള്ളിയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, നീ അവിടെ നിനക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും, നീ അവിടെ പോയി പ്രാർത്ഥിക്കണം, അമ്മ നിന്നെ അനുഗ്രഹിക്കും എന്നും പറഞ്ഞ് ഞാൻ ഈ പത്രം എടുത്ത് ആ കൊച്ചൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ആ കൊച്ചൻ വിലങ്ങിട്ട കയ്യാണ്. ആ കൈ കൊണ്ട് അവനിത് മേടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് എന്നെ ഒരു നോട്ടം നോക്കി. മരണം വരെ ഞാൻ മറക്കത്തില്ല ആ നോട്ടം. അവന് തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും അല്ല എന്നെൻ്റെ വിശ്വാസം. പിന്നെ ഉള്ളത് ഞാൻ എന്നിട്ട് പിന്നെ താലൂക്ക് ആശുപത്രിയിലാണല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെയും ഈ പത്രം കൊണ്ട് പോകും. അപ്പോൾ ഒരു ഹെഡ് നേഴ്സ് ഒച്ച വെച്ചു, ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്, അവിടെ അങ്ങനെ മതപരമായിട്ടുള്ള സാധനങ്ങൾ ഇതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനതൊന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ തൊട്ടിപ്പുറത്ത് ഇതിൻ്റെ ഹെഡ് ഡോക്ടറുടെ ഒരു
റൂമാണ്. അപ്പോൾ ഞാനവിടെ ഡോക്ടർ രോഗിയെ നോക്കുന്ന സമയമൊന്നുമല്ല. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ ഡോക്ടർ എഴുന്നേറ്റ് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അമ്മേ ഡോക്ടറെ, ഞാൻ രോഗിയോ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവോ ഒന്നുമില്ല, എനിക്കറിയാം, ചേച്ചി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ നേരം ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറയുകയും ഡോക്ടർ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം, വളരെ വലിയൊരു ഡോക്ടറാണ്, എല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടിട്ട് അവസാനം എന്നോട് ചോദിച്ചു എന്നൊരു പത്രം തരാമോന്നും. ഞാൻ പത്രം എടുത്ത് ഡോക്ടറെ കൊടുത്തു. വളരെ ബഹുമാനത്തോടെ ആ മനുഷ്യനൊന്ന് മേടിച്ചു. ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഹെഡ് നേഴ്സ് പുറത്ത് നിൽപ്പുണ്ട്. പുള്ളി എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ, എന്നോട് ചോദിച്ചില്ല, ഞാൻ കൊടുത്തുമില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ചിലപ്പം ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും കാണത്തില്ല. എനിക്ക് എൻ്റെ ഒരു മനസ്സിന് സന്തോഷമുള്ളൊരു, നമുക്കൊരു പ്രത്യേക സന്തോഷം അത്. അപ്പോൾ ഒരു രോഗി, ആ രോഗി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് കാലുമേലാത്തതാണ്, കാലില്ലാത്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ആണ് ഇതിനെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൈയും പൊങ്ങത്തില്ല. അതിനൊന്ന് കഴിക്കണമെന്ന് ഭയങ്കര വിശപ്പുമുണ്ട്. ഈ പൊതിച്ചോറിട്ട് കഴിക്കത്തുമില്ല അതിന്. അപ്പോൾ ഞാൻ കഞ്ഞിയായിട്ട് ഞാൻ കുറച്ച് കൊണ്ടുപോകും. അപ്പോൾ ആ കഞ്ഞി ഞാൻ കൊടുത്തപ്പോൾ അതിന് പിന്നെ വാരി കൊടുത്ത് വായിലോട്ട്. അപ്പോൾ അത് വളരെ ഇതായിട്ട് എൻ്റെ കണ്ണിലോട്ട് നോക്കി അത് മേടിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം വന്നു. പിന്നെ ഇത്രമാത്രം അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയോട് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടല്ല, യാതൊരു മേന്മ ഉണ്ടായിട്ടല്ല. അമ്മ ഈശോയോട് ചോദിച്ച് മേടിച്ച് തന്നതാണ്. ചെറുപ്പം മുതലേ ഞാനൊരു മാതാവിൻ്റെ ഭക്തിയാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന എൻ്റെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും എന്നേക്കും.